പ്രതിപക്ഷ നേതാവ് തന്നെയാണ് 24 മണിക്കൂർ ഒരു കണക്ക് പറഞ്ഞത്. അതാണ് ഈ അത് ഇയാൾ പല പ്രാവശ്യമായി ചോദിക്കുന്നു. മലയാളത്തിലല്ലേ ഞാനിപ്പോ പറഞ്ഞു തന്നത്. ആദ്യത്തെ 24 മണിക്കൂർ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടും 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് ചേട്ടൻ ചോദിക്കുന്നത്. വേറെ ഉദ്ദേശത്തിലാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ, നിങ്ങൾക്ക് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇവിടെ എത്താൻ പറ്റില്ല. അല്ലെന്നേ, ഞങ്ങൾ യോഗം ചേർന്നതിന്റെ പ്രസിഡന്റ് വീട്ടിലേക്ക് പോയി. അപ്പൊ വേറെ യോഗത്തിനാണ് ഞങ്ങൾ അവിടെ നിന്ന് അദ്ദേഹം പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിന്നെ അദ്ദേഹം വീണ്ടും AICCയിലേക്ക് വരുന്നത് എന്തിനാ? അപ്പൊ രാഹുൽജിയും പറഞ്ഞു അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ട് പോയതാ. AICC വീട്ടിലേക്ക് പോയ അദ്ദേഹം വീണ്ടും അരമണിക്കൂർ യാത്ര ചെയ്തിട്ട് വീണ്ടും AICCയിലേക്ക് വരണ്ടല്ലോ. കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ, ഞങ്ങൾ അങ്ങോട്ടല്ലേ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ചർച്ച ചെയ്ത് അത്രയല്ലേ. അപ്പോഴേക്കും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയത്. അതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഒരു പാർട്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ. ഞങ്ങൾക്ക് 24 അക്ബർ റോഡിലെ ഓഫീസുണ്ട്, ഇന്ദിരാഭവനിലെ ഓഫീസുണ്ട്, രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോവാം, 10 അദ്ദേഹത്തിന് ഓഫീസുണ്ട്, കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിൽ പോവാം. ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവില്ലേ? അതൊക്കെ നിങ്ങളിങ്ങനെ ഭയങ്കര സംശയത്തിൽ വാർത്തയുടെ